യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. സുന്ദരി ചേച്ചിയാണല്ലോ. ആ ചേച്ചി, ചേച്ചി ഇത് എവിടെയാ? അതൊക്കെ ഞാൻ പറയാം. വൈദേഹി അമ്മ അവിടെ ഉണ്ടോ? ഇല്ല, മാഡം അച്ഛനും കൂടി വൈഗ മാഡത്തിന് തിരക്കി പോയിരിക്കുവാ. വീണിട്ട് ഇപ്പൊ തിരിച്ചു വന്നു. ഞാൻ അമ്മയും കൃഷ്ണമാമയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഒരു കാര്യം പറയാനാ ഞാൻ ഇപ്പൊ നിന്നെ വിളിച്ചത്. പേടിക്കാനൊന്നുമില്ല, വൈഗ മാഡത്തിനെ ഞാൻ കണ്ടു. വൈഗ മാഡത്തിനെ കണ്ടോ? എവിടെ വെച്ച്? മാഡം ശ്രീകാന്ത് ഡോക്ടറുടെ വീട്ടിലുണ്ട്. ഡോക്ടറുടെ വീട്ടിലോ? ഞാൻ അവിടെ പോയിരുന്നു. ഞാൻ ചെല്ലുമ്പോ കാർത്തിക് അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുക. അങ്ങേര് അവിടെ എത്തിയോ? കുഴപ്പമൊന്നുമില്ല. കാർത്തികിനെ മാഡം തന്നെ അവിടെ നാട്ടി ഇറക്കി വിട്ടു. ചേച്ചി വൈഗ മാഡത്തിനോട് സംസാരിച്ചോ? ഇല്ല, വീട്ടിൽ വന്ന് വൈദേഹി അമ്മയും കൂട്ടിക്കൊണ്ടുപോയി വൈഗ മാഡത്തിനെ കാണാമെന്ന് കരുതി. എന്നാ ഒരു കാര്യം ചെയ്. ഹലോ 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 ചേച്ചി. ഹലോ, ഇതെന്തു പറ്റി? ഒന്നുകൂടെ വിളിച്ചു നോക്കാം. സുന്ദരിമോൾ ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു. സ്കൂട്ടർ കാണുന്നില്ല. എന്തായാലും വാ. വല്ല വിവരം കിട്ടിയോ? ഇനി പോവാൻ സ്ഥലമൊന്നും ബാക്കിയില്ല. അനാഥാലയത്തിൽ പോയി, ശ്രീകാന്ത് ഡോക്ടറുടെ വീട്ടിൽ പോയി. അവിടെ എങ്ങും വൈകുമോളില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? പോലീസിലൊരു പരാതി കൊടുക്കാന്നാ കൃഷ്ണൻ പറയുന്നത്. അത് തന്നെയാ നല്ലത്. അവനും കൂടി ഒന്ന് അന്വേഷിക്കട്ടെ. അതാവുമ്പോ കുറച്ചു ദൂരം കൂടി അന്വേഷിച്ചു പോകാൻ പറ്റുമല്ലോ. ഇവിടെ വന്ന് സുന്ദരിമോളുമായിട്ടൊന്ന് ആലോചിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാന്ന് കരുതിയാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അതിന് സുന്ദരി ഇവിടെ വന്നിട്ടില്ലല്ലോ. മാലിനി, നീ അവളൊന്ന് വിളിച്ചു നോക്ക്. അച്ഛാ, സുന്ദരി ചേച്ചി എന്നെ ഇപ്പൊ വിളിച്ചിരുന്നു. എന്നിട്ട് അവൾ എന്തു പറഞ്ഞു? സുന്ദരി ചേച്ചി വൈഗ മാഡത്തിനെ കണ്ടെന്ന്. മാഡത്തിനെ വിളിച്ചിട്ട് കിട്ടാത്തോണ്ടാ എന്നെ വിളിച്ചത്. എവിടെ മാലിനി? എവിടെ എന്റെ മോള് ഉള്ളത് പറ. വൈഗ മാഡവും കുഞ്ഞും ശ്രീകാന്ത് ഡോക്ടറുടെ വീട്ടിലുണ്ടെന്ന്. ശ്രീകാന്ത് ഡോക്ടറുടെ വീട്ടിലോ? അതെ അച്ഛാ, ഞാൻ എടുത്തു ചോദിച്ചതാ. ചേച്ചി അവിടെ ചെന്നിരുന്നു എന്ന്. ചേച്ചി ചെല്ലുമ്പോ കാർത്തിക് അങ്കിള് അവിടെ പ്രശ്നം ഉണ്ടായിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ചേച്ചി അവരാരും കണ്ടില്ല. അങ്കിളിനെ വൈഗ മാഡം തന്നെ ആട്ടിയിറക്കി വിട്ടുന്നാ ചേച്ചി എന്നോട് പറഞ്ഞത്. അതെങ്ങനെ ശരിയാവും കൃഷ്ണ? മാലിനി, ഞങ്ങളിപ്പോ ശ്രീകാന്തിന്റെ വീട്ടിൽ പോയിട്ടാ വരുന്നത്. ഡോക്ടറെ വീട്ടിൽ പോയിരുന്നോ? എന്നിട്ട്? ഡോക്ടർ പറഞ്ഞതിൽ വിശ്വാസം ഇല്ലാഞ്ഞിട്ട് മാഡം മുറിയിലെല്ലാം കയറി നോക്കുകയും ചെയ്തു. വൈഗ അവിടെയൊന്നും ഇല്ല. ഇനിയിപ്പോ ഡോക്ടർ വൈകിയ കുഞ്ഞിനെയും വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെങ്കിലോ? ശ്രീ അങ്ങനൊന്നും ചെയ്യില്ല. ഇറങ്ങാൻ നേരവും ഞാൻ ആവർത്തിച്ച് ചോദിച്ചു. അവൻ എന്നോട് കള്ളം പറയില്ല. നീ കേട്ടതിന്റെ കുഴപ്പം വല്ലതും ആണോ മാലിനി? ഈ അമ്മ ഇത് എന്തറിഞ്ഞിട്ടാ? ഡോക്ടറുടെ വീട്ടില് വൈഗ മാഡോ കുഞ്ഞു ഉണ്ടെന്നുള്ളത് ഞാൻ തെറ്റായിട്ട് കേൾക്കുവോ? അല്ല, ഇവള് പറയുന്നതിലും കാര്യമുണ്ട്. ഡോക്ടറുടെ വീട്ടിലുണ്ടെന്നുള്ള കാര്യം വെറുതെ ഇവള് ഊഹിച്ചു പറയില്ലല്ലോ. അച്ഛാ, ഞാൻ കാര്യമായിട്ട് കേട്ടത് തന്നെയാ.
കോള് മുഴുവൻ കേൾക്കുന്നതിന് മുന്നേ കട്ടായി പോയി. എന്തോ ഒരു ശബ്ദം കേട്ടു. ഫോൺ കയ്യിൽ നിന്ന് നിലത്ത് വീണെന്നാ തോന്നുന്നത്. നിന്റെ കോൾ റെക്കോർഡിൽ ആ വോയിസ് ക്ലിപ്പ് കാണുമല്ലോ, അതൊന്ന് എടുത്തേ. എടുക്കാം, ഇപ്പൊ എടുത്തുതരാം. ദാ കേട്ട് നോക്ക്. ആ ചേച്ചി, ചേച്ചി ഇത് എവിടെയാ? അതൊക്കെ ഞാൻ പറയാം. വൈദേഹി അമ്മ അവിടെ ഉണ്ടോ? ഇല്ല, മാഡം അച്ഛനും കൂടി വൈകി മാഡത്തിന് തിരക്കി പോയിരിക്കുവാ. വീണിട്ട് ഇപ്പൊ തിരിച്ചു വന്നു. ഞാൻ അമ്മയും കൃഷ്ണമാമയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഒരു കാര്യം പറയാനാ ഞാൻ ഇപ്പൊ നിന്നെ വിളിച്ചത്. പേടിക്കാനൊന്നുമില്ല, വൈകാ മാഡത്തിനെ ഞാൻ കണ്ടു. വൈകി മാഡത്തിനെ കണ്ടോ? എവിടെ വെച്ച്? മാഡം ശ്രീകാന്ത് ഡോക്ടറുടെ വീട്ടിലുണ്ട്. ഡോക്ടറുടെ വീട്ടിലോ? ഞാൻ അവിടെ പോയിരുന്നു. ഞാൻ ചെല്ലുമ്പോ കാർത്തിക് അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുക. അങ്ങേര് അവിടെ എത്തിയോ? കുഴപ്പമൊന്നുമില്ല. കാർത്തികിനെ മാഡം തന്നെ അവിടെ നാട്ടി ഇറക്കി വിട്ടു. ചേച്ചി വൈകാ മാഡത്തിനോട് സംസാരിച്ചോ? ഇല്ല, വീട്ടിൽ വന്ന് വൈദേഹി അമ്മയും കൂട്ടിക്കൊണ്ടു പോയി വൈകാ മാഡത്തിനെ കാണാമെന്ന് കരുതി. കേട്ടില്ലേ? ഇത്രേ സംസാരിച്ചുള്ളൂ. അപ്പോഴേക്കും ഒരു ശബ്ദം കേട്ടു. ഫോൺ കട്ടാവുകയും ചെയ്തു. ശ്രീകാന്ത് ഡോക്ടറുടെ വീട്ടിലുണ്ടെന്ന് സുന്ദരി കൃത്യമായിട്ട് പറയുന്നുണ്ട്. നേരിട്ട് കണ്ടു എന്നാണല്ലോ സുന്ദരി പറഞ്ഞത്. അപ്പം ഒരു കാര്യം ഉറപ്പാ, ശ്രീ നമ്മളോട് പറഞ്ഞത് കള്ളോ? വൈകിയെ അവിടെ തന്നെ ഒളിപ്പിച്ച് നിർത്തിയിട്ടുണ്ടാവും. ഞാൻ ചേച്ചി വീണ്ടും വിളിച്ചു നോക്കി, സ്വിച്ച് ഓഫാ. ഇനി ഫോൺ നിലത്തെങ്ങാനും വീണ് പൊട്ടിക്കാണോന്ന് അറിയില്ലല്ലോ. കൃഷ്ണ, സുന്ദരി വരുന്നത് വരെ കാത്തു നിന്ന് സമയം കളയണ്ട. നമുക്കിപ്പൊ തന്നെ ശ്രീകാന്തിന്റെ വീട്ടിലേക്ക് പോയാലോ? അതാ നല്ലത്. അവിടുന്ന് എങ്ങോട്ടെങ്കിലും വൈകിയെ മാറ്റുന്നതിന് മുമ്പ് നിങ്ങൾ അവിടെ എത്തണം കൃഷ്ണ. എങ്കിൽ വാ മേഡം, സമയം കളയണ്ട. എന്റെ ചാമുണ്ടേശ്വരി, വൈകാ, 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 എന്റെ കൂടെപ്പിറപ്പിന് ഞാൻ കാരണം നിനക്ക് ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. സ്വന്തം അമ്മയായി കാണുന്ന എന്റെ അമ്മയോട് നിനക്ക് കള്ളം പറയേണ്ടി വന്നു. അതിന്റെ വിഷമം നിനക്ക് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ കാരണം കാർത്തികിന് മുന്നിൽ നിനക്ക് തല കുനിച്ച് നിൽക്കേണ്ടി വന്നു, നാണം കെടേണ്ടി വന്നു. എനിക്കറിയാം നീ അനുഭവിക്കുന്ന ഈ വേദനയും ധർമ്മസങ്കടവും എല്ലാം ഞാൻ കാരണമാണ്.